പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെജുഗോരിയയിലെ നമ്മുടെ അവസാനത്തെ ദിവസമാണ്. കാഴ്ചകളെല്ലാം കണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരികെ പോകണം. വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാട്ടർഫാൾ, ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഈ വെള്ളച്ചാട്ടം ഉള്ള സ്ഥലത്തേക്ക്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരെയും ബസ്സിൽ കയറ്റി 2-3 ദിവസമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ കോച്ചിൽ, ആ ബസ്സിൽ തന്നെയാണ് വെള്ളച്ചാട്ടം കാണുവാൻ വേണ്ടി പോകുന്നത്. We have about 25 minutes to reach the waterfall Kravica. Short prayer just for the safe journey. In the name of ഞങ്ങളുടെ ഗൈഡ് അന്നക്കൊച്ച് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടെ യാത്രയൊക്കെ ആരംഭിച്ചു. ഞങ്ങൾ വാട്ടർഫാൾ ഉള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങി. ഇതാണ് ആ സ്ഥലം. ക്രവിറ്റ്സ എന്നാണ് ആ വാട്ടർഫാൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലത്തിൻ്റെ പേരോടുകൂടി തന്നെയാണ് ആ വാട്ടർഫാൾ അറിയപ്പെടുന്നത്, ക്രവിറ്റ്സ വാട്ടർഫാൾ. ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 9 യൂറോ, അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 1000 രൂപ അടുത്ത് വരും. അതാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ വണ്ടി ഓടിച്ചെത്തുന്നത് ഒരു കുന്നിന് മുകളിലാണ്. അവിടുന്ന് ഒത്തിരി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി വരണം. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമ്മൾ നടന്ന് താഴത്തേക്ക് ഇറങ്ങി വരണം. അവിടെ നിന്നാലേ വാട്ടർഫാൾ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കുന്നിറങ്ങി നമ്മൾ താഴെ എത്തിക്കഴിയുമ്പം അവിടെ വഴിയരികിൽ ഒരു ചെറിയ പെട്ടിക്കട. അവിടെ ലോക്കൽ തദ്ദേശീയ വൈന്, വാറ്റ്, ചാരായം ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇറങ്ങി വരുന്നവർക്ക് ചെറിയ ഗ്ലാസ്സിൽ അവർ സാമ്പിളും കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അത് കുടിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം. യാതൊരു നിർബന്ധവും വാങ്ങണമെന്ന്. അങ്ങനെ നടന്നെത്തിക്കഴിയുമ്പോൾ നമ്മൾ വാട്ടർഫാളിൻ്റെ മുകൾ വശത്താണ് എത്തുന്നത്. നല്ല തെളിമയാർന്ന വെള്ളം. ഇതാണ് ഞങ്ങളുടെ ഗൈഡ് അന്നക്കൊച്ച്. and that river, all the way, she going down the ground and coming up, all the circle. That's the river which disappear under the ground and then come again, coming up and down. It is very interesting. The most beautiful time for visit this waterfalls are spring. You know that because we have more water. Waterfalls are so pure and so loud, so wonderful expression. But at the summertime, the level of water is low, and that's the reason why the people can swim. All around you have a coffee farm, restaurant. You can use wonderful place for relaxing. And what else is interesting here? You see this all green up? That's the thousand year. Every year is changed, and all those waterfalls, they are never look same. Next time when you come, they will look not same like this time. You know, that's very interesting. They will do something different than others. So you can make wonderful photos here, stories. It's really nice place. ഈ ക്രൊയേഷ്യൻ സുന്ദരി ഗൈഡ് അന്ന ഈ നദിയുടെ ഉത്ഭവത്തെപ്പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരികയാണ്.
ഈ വെള്ളച്ചാട്ടത്തിന് 25 മീറ്റർ ഉയരവും ഇതിന് താഴെയുള്ള ഈ തടാകത്തിന് 120 മീറ്റർ വീതിയുമുണ്ട്. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ സെഷനായിരുന്നു. ആൾക്കാർ സെൽഫി എടുക്കുന്നു, സിംഗിൾ ഫോട്ടോ എടുക്കുന്നു, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. ഇവരെല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ഇത്തിരി കൂടി ഒപ്പിയെടുത്തിട്ട് വരാം. ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് നയാഗ്ര വെള്ളച്ചാട്ടം, ഹോഴ്സു, അതായത് ഒരു കുതിരലാടത്തിൻ്റെ ഷേപ്പിൽ, ഷേപ്പിൽ പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഫോൾസ് ആയിട്ട് വീഴുന്നു. അതിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പായിട്ട് തോന്നി. അത്യാവശ്യം പിക്നിക് ഏരിയയും കോഫി ഷോപ്പും ക്യാമ്പിംഗ് സൗകര്യവും ഒക്കെയുള്ള ഒരു സ്ഥലമാണിത്. പ്രോപ്പർ ഇംഗ്ലീഷുകാരാണെങ്കിൽ അറിയോ, റിപ്പോർട്ടറൊക്കെ വരുമ്പോൾ അവർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതെ, അവർ മാറിത്തരും. അവിടെ എല്ലാവരും മാറ്റി ഇപ്പോൾ ഇപ്പം എല്ലാവരും പുറകെ നിന്ന് ഓടിച്ചു കേട്ടോ. ഇപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ വന്നു. ഇതാണ് നേരത്തെ പറഞ്ഞ പെട്ടിക്കട. ഇവിടെ മുഴുവനും വൈനും ലോക്കൽ വാറ്റ് ചാരായവുമാണ് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത്. ചെറിയ കുപ്പികൾ, വലിയ കുപ്പികളെല്ലാം ഉണ്ട്. ലൂക്ക് എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര്. അവൻ ആ നാട്ടുകാരൻ തന്നെയാണ്. എനിക്ക് ഒരു സാമ്പിൾ തന്നു. അവൻ്റെ ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി മാത്രം ഒരു കുപ്പി ഞാൻ അവൻ്റെ അടുത്തുനിന്ന് വാങ്ങി. പക്ഷേ ഭയങ്കര മധുരമായിരുന്നു. വെള്ളച്ചാട്ടമെല്ലാം കണ്ട് കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് ഫോട്ടോയൊക്കെ എടുത്ത്
സന്തോഷത്തോടെ എല്ലാവരും തിരിച്ച് ബസ്സിലേക്ക് നടന്നു വരുന്ന ഭാഗമാണിത്. Wait, so are you? No. വീണ്ടും അരമണിക്കൂർ യാത്ര ചെയ്ത് തിരിച്ച് ഹോട്ടലിലെത്തി. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം, നേരെ എയർപോർട്ടിലേക്ക് പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ്, ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. ഇവിടെ വന്ന് ഇന്ന് ഈ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന 2 പേര്, അതിനടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന 2 പേര്. അപ്പം 5 പേരുടെ ബർത്ത്ഡേ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ജോജിയും ഗൈഡ് അന്നയും കൂടിയാണ് ഈ കേക്കും ഈ സെലിബ്രേഷനും അറേഞ്ച് ചെയ്തത്. So, make a wish here. So നമ്മൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തിട്ട് സിംപിൾ പീസാക്കി നമുക്ക് തിരിച്ചു വരും. Okay. So come on. We will count it, and then she will the candles. Okay. 10, 9, 8, 7, 6, 1. And now you need your cake again. Just a second. 57. Am I right? I would remember. Huh? We will count it again. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. So, I believe. നിങ്ങൾ 3 റൂം. There are 3 people. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കേക്കും കഴിച്ച് ചെറുതായി ഒന്ന് വിശ്രമിച്ച് കോച്ചിന് തന്നെ സന്ധ്യയോടുകൂടി സ്പ്ലിറ്റ് എയർപോർട്ടിലേക്ക് എത്തി. ഇതാണ് സ്പ്ലിറ്റ് എയർപോർട്ട്. അവിടെ നിന്ന് എല്ലാവരും ബൈ പറഞ്ഞ് 2 ഗ്രൂപ്പായി തിരിഞ്ഞു. കുറച്ച് പേര് ലണ്ടനിലേക്കും കുറച്ച് പേര് മാഞ്ചസ്റ്ററിലേക്കുമുള്ള വിമാനത്തിലേക്ക് പോയി. എല്ലാവരുടെയും മുഖത്ത് പ്രകടമായ ഒരു സങ്കടം കാണുവാൻ സാധിച്ചു. 3 ദിവസം ഒന്നിച്ചുണ്ടായിരുന്ന പെട്ടെന്ന് വേർപിരിയുമ്പോഴുള്ള ഒരു സങ്കടം. ഇനിയും അടുത്ത വർഷം അടുത്ത ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ എല്ലാം മറന്നുള്ള 3 ദിവസങ്ങൾ, പ്രാർത്ഥനയുടെയും ചിരിയുടെയും കളിയുടെയും 3 ദിവസങ്ങൾ. ആ ദിവസങ്ങൾക്ക് തിരശ്ശീല വീഴുന്നു.